നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. തൂങ്ങാപ്പാറ എക്കോ ടൂറിസം പദ്ധതി കാട്ടാക്കട MLA IV സതീഷ് ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് ചെയർപേഴ്സൺസ്, ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, ടൂറിസം ജീവനക്കാർ, പ്രദേശവാസികൾ, സംഘാടക സമിതി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലാണ് തൂങ്ങാമ്പാറ എക്കോ ടൂറിസം പദ്ധതി. നെയ്യാർ വന്യജീവി സങ്കേതം, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം, ശാസ്താംപാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി പാർക്കായി തൂങ്ങാമ്പാറയുടെ വികസനം വിഭാവനം ചെയ്യുന്നു. തൂങ്ങാമ്പാറ എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. വിനോദസഞ്ചാര വികസനത്തിനായി 2019 തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി തയ്യാറാക്കിയ പദ്ധതിക്കാണ് 99.99 ലക്ഷം രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയത്. ഇക്കോ ടൂറിസം തത്വങ്ങൾ അവലംബിച്ച് ഇവിടെ പൂർത്തിയാക്കിയ സംവിധാനങ്ങൾ ഇവയൊക്കെയാണ്: പാറയുടെ മുകളിലേക്ക് കയറാനുള്ള പടവുകൾ, ശൗചാലയം, ലഘുഭക്ഷണശാല, വിശ്രമിക്കുന്നതിനുള്ള കൂടാരം, ടെന്റുകൾ ഉറപ്പിക്കുന്നതിനുള്ള പ്രതലങ്ങൾ, പാറമുകളിൽ അതിർത്തി സംരക്ഷണ ഭിത്തി, പാറമുകളിലെ തുറസായ സ്റ്റേജ് തുടങ്ങിയവയാണ്. തദ്ദേശീയരായ ജനങ്ങൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പഠനത്തിനൊപ്പം ഇതര വരുമാനം ലഭിക്കത്തക്ക വിധം ഗൈഡുകളായി പ്രവർത്തിക്കാനുള്ള അവസരം, ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്ക് വരുമാനം, സഞ്ചാരികൾക്ക് പരിരക്ഷയും സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള ജോലികൾ എന്നിവ പദ്ധതിയുടെ ഗുണഫലങ്ങളാണ്. ഈ തൂങ്ങാമ്പാറ പാറയുടെ ചരിവിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ സന്ധ്യയോടടുത്ത നേരത്ത് മനസ്സിൽ നിറഞ്ഞു കവിയുന്നത് അഭിമാനവും സന്തോഷവുമാണ്. ഈ നാടിനെ ഒരു മാറ്റത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനായി എന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാടിന് നൽകിയ സംഭാവനകളിലൊന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിടത്തൊരു ടൂറിസം പദ്ധതി വരിക എന്നതിനർത്ഥം വിനോദസഞ്ചാരികൾ എത്തുന്നു എന്ന് മാത്രമല്ല, ആ നാട് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് എത്തുകയാണ്. ഇനി ഇവിടെ ഈ പാറപ്പുറത്ത് നിന്ന് അഗസ്ത്യാർകൂടം കാണാൻ, വിദൂര കാഴ്ചകൾ കാണാൻ ഒരുപാട് പേരെത്തും. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ എത്തും. ഇവിടെ 1ാം ഘട്ടം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു ബൈനോക്കുലർ ഉണ്ടാവും, ദൂരക്കാഴ്ചകൾ കാണാൻ. അത്തരം ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാവും. സാഹസിക ടൂറിസം, അഡ്വഞ്ചറസ് ടൂറിസത്തിന്റെ സാധ്യതകൾ ഇവിടെ ഉപയോഗിക്കും. ഈ പാറപ്പുറത്തിന് മുകളിൽ ഒരിക്കലും പറ്റാത്ത, ഇവിടെ നമ്മുടെ തറയിൽ മണ്ണിൽ വറ്റിപ്പോകുന്ന കുളങ്ങളും കിണറുകളുമുള്ളപ്പോൾ ഈ പാറയുടെ മുകളിൽ ഒരു വിസ്മയമായി ഒരിക്കലും പറ്റാത്ത ഒരു കൊച്ചു കുളമുണ്ട്. അതുതന്നെ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ, പിന്നെ ആ പാറപ്പുറത്തെ സ്വച്ഛന്തമായ കാറ്റ്, അതൊരു അനുഭൂതിയാണ്, അനുഭവമാണ്. ഇതൊക്കെ അനുഭവിക്കാൻ ഒരുപാട് പേർ എത്തും. ഇവിടെ ഒരു പ്രധാന ആകർഷണമായി മാറുന്ന ഒരു കാര്യം, ടെന്റുകൾ വാടകയ്ക്ക് കിട്ടും. ദൂരെ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ പാറപ്പുറത്തിന് മുകളിൽ ഒരു രാത്രി ഉറങ്ങണം എന്ന് തോന്നിയാൽ ഈ ടെന്റ് വാടകയ്ക്കെടുത്ത് പാറപ്പുറത്ത് കൊണ്ടുവച്ച് ആ ടെന്റ് നൂത്ത് ഒരു വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന സന്തോഷത്തോടെ അവിടെ ഉറങ്ങാനാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടത്തേക്ക് ഒരുപാട് ആളുകൾ വരാൻ പോവുകയാണ്. തൂങ്ങാമ്പാറയെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, തൂങ്ങാമ്പാറയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഈ നാട്ടിലേക്ക് വരും. ടൂറിസ്റ്റ് കേന്ദ്രമായി ഇവിടെ മാറുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന മാറ്റം എന്താ? ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ വരും, അനുബന്ധ സ്ഥാപനങ്ങൾ വരും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് ഗതാഗതം മാത്രമല്ല നടക്കുന്നത്, ടൂറിസ്റ്റുകളും വിഴിഞ്ഞം തുറമുഖത്തെ കപ്പലിറങ്ങും. അപ്പോൾ വിദേശികളായ ടൂറിസ്റ്റുകളും വരും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസന മേഖലകളിലൊന്നായി നമ്മുടെ തൂങ്ങാമ്പാറ മാറും.